ഒരു നാർസിസ്റ്റുമായിട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഏതൊരു സമയത്തും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇവരിൽ നിന്നുള്ള ടോർച്ചർ സഹിക്കാതെ വരുമ്പോൾ ഇവരെ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണോ അതോ ഇവരുമായിട്ടുള്ള കോണ്ടാക്ട് കുറച്ച് വെക്കണോ എന്നുള്ളത്. അതായത് നോ കോണ്ടാക്ട് വേഴ്സസ് ലോ കോണ്ടാക്ട്. ഇതിൻ്റെ പ്രധാന കാരണം പല റിലേഷൻഷിപ്പും പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ഫാമിലി ആവാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം, ചിലപ്പോൾ കൊളീഗ്സ് ആവാം. ഇങ്ങനെ ഈ ഒരു നാർസിസ്റ്റിന്റെ രൂപം മാറി മാറി വരുന്ന ഒന്നാണ്. ഏതൊരു സാഹചര്യത്തിലും ഇവരെ കാണാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ ഇവരെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യണോ അതോ ടെമ്പററി ആയിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണോ എന്നുള്ള ഒരു അവസ്ഥയിൽ ചിന്തിക്കുന്നവർ ഒരുപാടുണ്ടാവും. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ഏതാണ് ബെറ്റർ, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ എന്താണ് സംഭവമെന്ന്. സോ വീഡിയോയും ചാനലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യം നമുക്ക് എന്താണ് ഈ ഒരു നോ കോണ്ടാക്ട് എന്ന് നോക്കാം. നോ കോണ്ടാക്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ കംപ്ലീറ്റ്ലി അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ്. ഇതിൽ അവരുമായിട്ടൊരു മെസ്സേജ്, ഒരു കോള്, നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പോയിട്ട് തുറന്നു നോക്കുക, അല്ലെങ്കിൽ അവർ ഓൺലൈനിൽ വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക, അവരുടെയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കോമൺ ഫ്രണ്ട്സുമായിട്ട് അവരുടെ അന്വേഷണങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് പോലും നിർത്തിവെക്കുന്ന ഒരു രീതിയാണ് ഈ നോ കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഓരോ സെക്കൻഡും നിങ്ങളെ അവർ മാനിപ്പുലേറ്റ് ചെയ്യാനോ നിങ്ങളുടെ മനസ്സിലൊരു ഗിൽട്ട് ഉണ്ടാക്കാനോ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇത് മതി അവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നിർത്തിവെക്കുന്നതാണ് ഈ ഒരു രീതി. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒന്നല്ല. മെയിൻ ആയിട്ട് ഒരു ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ വളരെ തിക്കായിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറോ ഒക്കെ ആണെങ്കിൽ ഇതത്ര സഡൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇമോഷണൽ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ഇനി ഈ ഒരു ലോ കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പൂർണ്ണമായിട്ടും അവരെ അവോയ്ഡ് ചെയ്ത് നിർത്താതെ നിങ്ങളുടെ കൺട്രോളിലുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ ഒരു ലോ കോണ്ടാക്ട്. സംസാരിക്കുമ്പോൾ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാരീഡ് ആണ്, ഒരു നാർസിസ്റ്റിന്റെ ഭർത്താവോ ഭാര്യയോ ആണ് എന്ന് വിചാരിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ രണ്ടുപേരും ഒരുപോലെ നോക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംസാരങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ട് പേഴ്സണൽ ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു ഹെൽത്തി ബൗണ്ടറിക്ക് ഉള്ളിലുള്ള കോൺവെർസേഷൻസ് മാത്രം, ആ ഒരു ബൗണ്ടറിക്കുള്ളിലുള്ള ഇമോഷണൽ ഷെയറിങ് മാത്രം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 0.1% പോലും ഒരു രീതിയിലുള്ള സംസാരമോ കൂടിക്കാഴ്ചകളോ മെസ്സേജോ കോളോ ഉണ്ടായിരിക്കില്ല. ഒരു രീതിയിലുള്ള ഇമോഷണൽ ഷെയറിങ്ങോ അതിൽ ഉണ്ടായിരിക്കില്ല. ഇതാണ് ലോ കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഇത് ഏതൊരു സാഹചര്യത്തിലും ഉപയോഗിക്കാൻ പറ്റും. ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾ അയാൾക്ക് അവൈലബിൾ ആണ്, പക്ഷെ നിങ്ങൾ ഒരിക്കലും അവർക്ക് ആക്സസിബിൾ ആയിരിക്കില്ല. നിങ്ങളുടെ ആക്സസ് മുഴുവനും ഒരു കൺട്രോളിലായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ ഒരു ആവശ്യമോ പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്സസിബിലിറ്റി നിങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. അതും നിങ്ങൾ എത്ര അവൈലബിൾ ആവുന്നോ അത്ര മാത്രം. ഇത് ഒന്നുകൂടെ ഈസി ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ഒരു ബോസ് അല്ലെങ്കിൽ ഒരു ടീം ലീഡർ ഒരു നാർസിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പെട്ടെന്ന് ആ ജോലി കളഞ്ഞിട്ട് വരാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ലൈഫ് ആ ജോലിയുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. നിങ്ങൾക്ക് അതിൽ നിന്നാണ് വരുമാനമൊക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് വേറെ പെട്ടെന്നൊരു വഴി കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലോ കോണ്ടാക്റ്റ് ആണ് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ട് വരിക. കാരണം ആ ഒരു വർക്ക് പ്ലേസിൽ നിങ്ങൾ പോകുന്നു, ജോലിയുമായിട്ട്
ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. അതിനുള്ള കമ്മ്യൂണിക്കേഷൻസ് മാത്രം, അതിനുള്ള കോണ്ടാക്റ്റ് മാത്രം, അതിനുള്ള മെസ്സേജുകൾ മാത്രം, ഇങ്ങനെ ലിമിറ്റഡ് ആക്സസിബിലിറ്റി. പക്ഷെ നിങ്ങളുടെ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവൈലബിൾ ആയിരിക്കും. അതാണ് ഈ ഒരു നോ കോണ്ടാക്റ്റും ലോ കോണ്ടാക്റ്റും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് കാണുന്ന ഒന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഇതായിരിക്കും, ഇതിൽ എനിക്ക് ഏതാണ് നല്ലത്, നോ കോണ്ടാക്റ്റ് ആണോ അതോ ലോ കോണ്ടാക്റ്റ് ആണോ എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 3 ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ മതി. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. ഇതിൻ്റെ ഉത്തരം ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ ഇവിടെ നോ കോണ്ടാക്ട് ഈസ് എ മാൻഡറ്ററി എന്നാണ്. അതായത് ഇവിടെ മസ്റ്റായിട്ട് നിങ്ങൾ അയാളിൽ നിന്ന് മാറി നിൽക്കണം പൂർണ്ണമായിട്ടും. അടുത്തൊരു ചോദ്യം, ഞാൻ ഇവരെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫ് ഇവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണോ എന്നുള്ളത്. ഇവിടെ നിന്ന് പെട്ടെന്ന് നിങ്ങൾ എടുത്തു ചാടിയെടുക്കുന്ന ഒരു തീരുമാനം നിങ്ങളെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഒരു ജോലി പോലുള്ള സാഹചര്യങ്ങൾ. ഇവിടെ നിങ്ങളുടെ ഉത്തരം യെസ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ലോ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം, ഇവരുമായിട്ട് ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സേഫ് ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെയാണ് നിങ്ങളുടെ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഉത്തരം നോ എന്നാണെങ്കിൽ അവിടെ മസ്റ്റായിട്ട് നോ കോണ്ടാക്ട് തന്നെ ചൂസ് ചെയ്യുക. കാരണം ആ ഒരു മിനിമൽ കോണ്ടാക്ട് ചിലപ്പോൾ ഭയങ്കര ഹാംഫുൾ ആയിട്ടും വന്നേക്കാം. നിങ്ങളെ അവർ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് ഇത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പകരം നിങ്ങൾക്കൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻറ്റ് എൻവിറോൺമെൻറ്റ് അവിടെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സേഫായിട്ട് ലോ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവാം. അതായത് നിങ്ങളുടെ സേഫ്റ്റിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നിങ്ങൾ സേഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോ കോണ്ടാക്റ്റ് തിരഞ്ഞെടുക്കാം. അല്ല എന്ന് ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്റ്റ് തന്നെ തിരഞ്ഞെടുക്കണം. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ ലീവ്, ചൂസ് നോ കോണ്ടാക്റ്റ്. ഇഫ് യു കാൺട്ട് ലീവ്, ചൂസ് ലോ കോണ്ടാക്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് പറ്റുന്ന ഒരു തെറ്റാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഇവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത്. ഇത് വളരെ 100% ഉറപ്പായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇവിടെ എക്സ്പ്ലനേഷൻ ഈസ് ഈക്വൽ ടു കൂടുതൽ മാനിപ്പുലേഷൻ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യുന്നോ അത്രത്തോളം അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. ഇതിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, ഒരു ടോക്സിക് പേഴ്സണുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ജീവൻ തന്നെ നിങ്ങൾ പതിയെ ഇല്ലാതാക്കുകയാണ്. ഈ ടോക്സിൻ എത്രത്തോളം നിങ്ങളിലേക്ക് വരുന്നോ അത്രത്തോളം നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ ഹെൽത്തും നഷ്ടപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ടോക്സിനുമായിട്ട് കൂടുതൽ സംസാരിച്ചത് കൊണ്ടോ കൂടുതൽ എക്സ്പോസ് ചെയ്തത് കൊണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. പകരം നിങ്ങൾക്ക് ആ ടോക്സിൻ അല്ലെങ്കിൽ ആ ടോക്സിക് പേഴ്സണെ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താം. അവിടെ നിങ്ങളുടെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റാർട്ടാവും എന്നുള്ളതാണ് സത്യം. അത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് മാത്രം ചൂസ് ചെയ്ത് ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റും ലോ കോണ്ടാക്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും ചോയ്സുകളും ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. So stay aware, stay grounded, be empathetic. This is TQ Talks.